ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെബ് ഡെവലപ്പേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂനെ കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതായത് വെബ് ടെക്നോളജീസ് ഒരുപാടുണ്ട്. ഇതിൽ ഏത് ടെക്നോളജിയാണെന്ന് നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. നമുക്ക് നമ്മുടെ ചുറ്റും CMS ഉണ്ട് ഇന്റർനെറ്റിൽ. വേർഡ് പ്രസ്, ഡ്രൂപ്പൽ ഒക്കെ പോലുള്ള ഒരുപാട് CMS പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്, ലൈക്ക് ലാറവെൽ അല്ലെങ്കിൽ PHP വേറെ കോഡിഗ്നൈറ്റർ, ജാങ്കോ, പൈത്തൺ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നോട്ട് JS വന്നതിന് ശേഷം ഇഷ്ടം പോലെ ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്. ഫ്രണ്ട് എൻഡിൽ റിയാക്ട്, ബാക്ക് എൻഡ് എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്. അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രാച്ച് നിന്ന് കോഡ് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് ഡിസൈൻ മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫങ്ഷനാലിറ്റീസും വലുതാണെങ്കിലും ചെയ്യാം, ലൈക്ക് PHP ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിനകത്ത് എന്ത് ടെക്നോളജിയാണ് ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്പർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ടെക്നോളജി ഏതാണ് എന്നുള്ള കേസ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാം. നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സേ നിങ്ങൾ ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ 90% നിങ്ങൾക്ക് വരുന്ന ആളുകൾ അവരുടെ വെബ്സൈറ്റിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും. സോ ബിസിനസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്ന ആവശ്യമായിട്ട് വരിക. സോ ഞാനിപ്പോൾ ഒരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കുക. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ലെറ്റ്സ് എ തുണിക്കച്ചവടമാണ്. ഓക്കെ, എനിക്ക് ക്ലോത്തിങ് ഷോപ്പാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്കൊരു വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിനകത്ത് എനിക്ക് എൻ്റെ പ്രോഡക്ട്സ് ജസ്റ്റ് ഇടാൻ വേണ്ടി പറ്റണം, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റണം. ജസ്റ്റ് ഒരു ഹോം പേജ് വേണ്ടി വരും ചില സമയത്ത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൊമേഴ്സ് വെബ്സൈറ്റ് ആയിരിക്കും. ലെറ്റ്സ് നമുക്ക് കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് വേണ്ടത്. സോ എനിക്കൊരു കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് വേണ്ടേ. സോ ഞാൻ ആ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ഷോപ്പിലുള്ള കാറ്റഗറീസ് ഓഫ് ക്ലോത്ത്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനകത്ത് എനിക്ക് ഈ പറയുന്ന പോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ബിൽ എമൗണ്ട് കസ്റ്റമർക്ക് കിട്ടണം. അത് അതിനകത്ത് പേയ്മെന്റ് ഗേറ്റ് വേ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ഇപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വെബ്സൈറ്റിനകത്ത് വേണം. ഇതാണ് എൻ്റെ ആവശ്യം എന്ന് വിചാരിച്ചു. അതായത് ഇതൊരു ടെംപ്ലേറ്റ് ആണ് അല്ലെ, കാരണം എല്ലാ കൊമേഴ്സ് വെബ്സൈറ്റിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയൊരു ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് പഠിച്ച് ഒരു ജാങ്കോ അല്ലെങ്കിൽ ഒരു PHP അല്ലെങ്കിൽ ഒരു 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 ജാവാസ്ക്രിപ്റ്റ് ഇത് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുതിയ ഒരു ഫ്രഷ് എന്താ പറയുക ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഫ്രെയിം വർക്കിനെ കുറിച്ച് നമുക്ക് പറയാം, സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് വെബ്സൈറ്റ് കോഡ് ചെയ്ത് ഉണ്ടാക്കി എറർ ട്രബിൾ ഷൂട്ട് ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ആ സാധനം കൊടുക്കുന്ന സമയത്ത് ക്ലയന്റ് പറയും ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് മാറ്റി ഇപ്പം. അപ്പൊ ഇതിന്റെ ഇങ്ങനത്തെ ഹെഡേക്സും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്ലഗിൻസ് യൂസ് ചെയ്തുകൊണ്ട്, പ്രീ ബിൽട്ട് ആയിട്ടുള്ള കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡയനാമിക് ആൻഡ് വെരി ഗുഡ് ഡിസൈനോട് കൂടിയിട്ടുള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇഫ് യു ആർ യൂസിങ് കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, CMS. CMS ഒരു എക്സാമ്പിൾ ആണ് വേർഡ് പ്രസ്, ജൂംല, ഡ്രൂപ്പൽ, പിന്നെ പൈത്തന്റെ ഒക്കെ CMS ഉണ്ട്, ലൈക്ക് ഓഡോ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു CMS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഒരു ബിസിനസ് വെബ്സൈറ്റ് ആണ് വേണ്ടത്. അതിൽ വലിയ വലിയ ഫംഗ്ഷനാലിറ്റി കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബേസിക് വെബ് ഡിസൈൻ. ജസ്റ്റ് ഗോ ഫോർ വേർഡ് പ്രസ് ഓർ ജൂംല ഓർ ഡ്രൂപ്പൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ നിങ്ങൾക്കൊരു ബേസിക് വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് വെബ്സൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് തിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിനാരിയോ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ബിസിനസ് ഒന്നും കൂടെ വികസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്കിപ്പം കേരളത്തില് മൊത്തത്തിൽ ഒരു 14 ജില്ലകളിൽ ഓരോ ജില്ലയിലും ഓരോ ഷോപ്പ് ഉണ്ട്. മീൻസ് എനിക്ക് 14 ഷോപ്സ് ഉണ്ട് ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം. ഓൾറൈറ്റ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് എൻ്റെ കംപ്ലീറ്റ് ബിസിനസ് ഇതിനകത്ത് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഒരു ദിവസം ഒരു ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ മൊത്തം എന്താ പറയുക ബിസിനസ്സിൽ നിന്ന് വരുന്ന ലാഭം എത്രയാണ്, ഓരോ ഷോപ്പിൽ നിന്ന് വരുന്ന ലാഭം എത്രയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് എംപ്ലോയീസ് ആരൊക്കെ ഡെയിലി വരുന്നുണ്ട്, അവരുടെ അറ്റൻഡൻസും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റണം, ഇവരുടെ സാലറി മാനേജ് ചെയ്യാൻ പറ്റണം, ഇങ്ങനത്തെ എല്ലാ HR ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാൻ പറ്റണം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാൻ പറ്റണം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാൻ പറ്റണം, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം കസ്റ്റമായിട്ട്.
അപ്പൊ ഇങ്ങനെ ഒരുപാട് എനിക്ക് എന്താ പറയുന്നത് കസ്റ്റം റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് മറ്റേ ഈ എന്താ പറയുക ഇ കൊമേഴ്സും കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ഇ കൊമേഴ്സിന്റെ സഹായത്തോടു കൂടി വേണം എനിക്ക് റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ എന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഫ്രെയിം വർക്ക് പ്രിഫർ ചെയ്യും. എന്താണ് റീസൺ? ബിക്കോസ് ഫ്രെയിം വർക്കിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി ഒരു അപ് ടു എ ബിഗ് പെർസെൻറ്റേജ് ഇതിന്റെ സെക്യൂരിറ്റി ഫ്രെയിം വർക്ക് നോക്കിക്കോളും. ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ബോധേഡാവേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഒരു പരിധി വരെ ഫ്രെയിം വർക്ക് എന്ത് ചെയ്തോളും, ഇതിന്റെ സെക്യൂരിറ്റിന്റെ കാര്യം നോക്കിക്കോളും. പിന്നെ അത്യാവശ്യം കോർ കോഡിങ്ങും കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കോർ ഫയൽസോ കാര്യങ്ങളോ നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫ്രെയിം വർക്കിനകത്ത് ഉണ്ടായിക്കോളും. ആകെ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് എ ഗുഡ് ഫ്രെയിം വർക്ക് ആൻഡ് വർക്ക് ഓൺ ദാറ്റ്. അല്ലെ, ഐ വിൽ ഗെറ്റ് എ ഗുഡ് സോഫ്റ്റ്വെയർ ആൻഡ് ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എനിക്ക് എന്റെ കമ്പനീന്റെ ഇതേപോലത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സംഭവം എനിക്ക് ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റൂല. എന്താ റീസൺ? കാരണം എന്റെ ആവശ്യങ്ങൾ ഭയങ്കര എന്താ പറയുന്നത് ഡൈനാമിക് ആണ്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്ന ഒരു എന്താ പറയുന്ന ആവശ്യങ്ങളായിക്കൊള്ളുന്നില്ല. കുറെ പ്ലഗിൻസ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ പ്ലഗിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് വേർഡ്പ്രസ് വെബ്സൈറ്റ്സ് എന്താവും, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം വെബ്സൈറ്റ് എന്താവും, സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് പ്ലഗിൻസിന്റെ എണ്ണം കൂടുന്ന സമയത്ത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വി പ്രിഫർ സം അതർ ടെക്നോളജീസ് ലൈക്ക് എ ഫ്രെയിം വർക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. PHP എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെരി ഫേമസ് ആയിട്ടുള്ള 2 ഫ്രെയിം വർക്ക്സ് ആണ് കോഡിഗ്നൈറ്റർ, ലാറവൽ എക്സെട്ര. പിന്നെ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ് ആണ് ജാങ്കോ, ഫ്ലാസ്ക് ഒക്കെ പോലെയുള്ള ഫ്രെയിം വർക്ക്സ്. ജാവ സ്ക്രിപ്റ്റിൽ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. ലൈബ്രറീസ് ആർ ഡിഫറെന്റ് ഫ്രം ഫ്രെയിം വർക്ക്സ്. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. സോ ലൈബ്രറീസ് ഉണ്ട് ലൈക്ക് റിയാക്ട്. ബാക്കെൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എക്സ്പ്രസ് JS. റിയാക്ട് പോലെ തന്നെ വേറെ ടൂളാണ് ആംഗുലാർ JS. ഇപ്പൊ പുതിയ വേറെ കുറെ വ്യൂ JS എന്നൊക്കെ പറഞ്ഞ് ബൺ JS, അങ്ങനെ കുറെ സാധനങ്ങൾ ജാവാസ്ക്രിപ്റ്റ് Node.js വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിനകത്തേക്ക് കസ്റ്റമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ കേസിലേക്ക് പോവാം. എന്താ അത്? അതെ, റോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരിക. നമ്മൾ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്ക് ഹൈ കോഡിംഗ് നോളജ് വേണം. ബിക്കോസ് വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി, വെബ്സൈറ്റിന്റെ അപ്ഡേഷൻസ്, കോഡിന്റെ അപ്ഡേഷൻസ്, കോർ കോഡ്സിന്റെ അപ്ഡേഷൻസ്, ഈ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഡെവലപ്പറുടെ കയ്യിലാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിളിലൂടെ കടന്നു പോകും. ഓക്കെ, ലാറവൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു ഫ്രെയിം വർക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ 2 വർഷം മുന്നേ എന്റെ ലാറവൽ പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന PHP വേർഷൻ എന്ന് പറയുന്നത് PHP 6.2 ആണെന്ന് വിചാരിച്ചു. ഇന്ന് PHP 6.2 ഒരു വെബ് സെർവേഴ്സിലും എന്റെ അറിവിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഷെയർഡ് സെർവേഴ്സിന്റെ കേസാണ്. ഓക്കെ, ഷെയർഡ് സെർവേഴ്സിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ മിക്കവാറും 7.9 അബവ് ഉള്ള വേർഷൻസ് ആണ്, ലൈക്ക് 8 അബവ് ഉള്ള വേർഷൻസ് ആണ് സപ്പോർട്ട് ചെയ്യാറ്. സോ എനിക്ക് 6.9 ഉണ്ടായ ലാറാവലിന്റെ വേർഷൻ ലൈക്ക് 2 സംതിങ് ആണെന്ന് വിചാരിച്ചു. എനിക്ക് 3 സംതിങ്ങിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രോബ്ലം സോൾവ് ആവും. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ലാറാവലിന്റെ കോർ ഫയൽസ് മാത്രം ഞാൻ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഞാൻ എഴുതിയ കോഡ് ഞാൻ ടച്ച് ചെയ്യുമ്പോഴുള്ള ഞാൻ ജസ്റ്റ് ലാറാവലിന്റെ കോർ ഫയൽസ് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ പ്രോഗ്രാം പിന്നെ രണ്ടാമത്തെ റൺ ആവും. എന്റെ വെബ് സോഫ്റ്റ്വെയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇറ്റ്സ് വർക്കിംഗ് ഫൈൻ. സെയിം ടൈം ഞാൻ കോർ കോഡിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഈ കോർ കോഡിങ്ങിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് ഒരു പുതിയ എംപ്ലോയി വരുന്ന സമയത്ത് അവനെ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ലാറാവൽ എടുത്തെന്ന് വിചാരിച്ചു, എനിക്കിങ്ങനെ പറഞ്ഞാൽ മതി, ലാറാവൽ അറിയുന്ന 2 പേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ മതി. 2 പേര് എംപ്ലോയീസ് ആയിട്ട് വന്നു. കോർ കോഡിങ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്കത് അറിയാം. ഞാൻ ഈ ഫ്രെയിം വർക്കിൽ വേറെ എവിടെയൊക്കെ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്ഡേഷൻ എന്ന് പറയുന്നത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. മെയിൻലി ഈ 2 അഡ്വാൻറ്റേജസും ആണ് നമ്മൾ കോർ കോഡിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണെന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. അയാളുടെ റിക്വയർമെന്റിനകത്ത് അയാൾക്ക് ചെറിയൊരു സാധനമാണ് വേണ്ടത്, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സാധനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഗോ ഫോർ എ CMS. ബിക്കോസ് നിങ്ങൾക്ക് അധികം കഷ്ടപ്പാടില്ല, നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് പരിപാടി തീരും. ലൈക്ക് ഒരു CMS വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു
1 വീക്ക് കൊണ്ട് നമുക്ക് തീർന്നു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. സോ നിങ്ങൾക്ക് ആ വർക്ക് തീർന്നിട്ട് നെക്സ്റ്റ് വർക്കിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതേസമയം നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യേണ്ട കേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ലൈക്ക് മന്ത്സ്, മേ ബി ഇയേഴ്സ്, അല്ലെ? വർഷങ്ങളോ മാസങ്ങളോ വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് പ്രൊജക്ടിന്റെ ലെങ്ത്തും വലുപ്പവും കാര്യങ്ങളും അനുസരിച്ചിട്ടുണ്ടാവും. നമുക്കൊരു കോഡിംഗ് വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടൊരു വെബ്സൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, കോഡിംഗ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഇഷ്ടം പോലെ നിങ്ങൾ സ്ക്രാച്ച് ഒന്നും കോഡ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. ഫ്രം സെക്യൂരിറ്റി, അപ്പം API കോൾസ് വേണ്ടി വരും, ഡാറ്റാബേസ് കണക്ഷൻ വേണ്ടി വരും, ബാക്കി എല്ലാ സാധനങ്ങളും എന്തൊക്കെ നമുക്കൊരു ഫ്രെയിം വർക്കിൽ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോർ കോഡിങ്ങിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ കസ്റ്റമറുടെ നീഡ് ചെറുതാണ് എന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ എ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഓർ എ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. പിന്നെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SEO ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ടൂൾസ് ഫോർ ദാറ്റ്. വേർഡ്പ്രസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യോസ്റ്റ് SEO എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് SEO ബൂസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ. കുറച്ച് വലിയ കോഡിംഗ് നോളജ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും ഈ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി സിമ്പിൾ എപ്പോഴും എന്തായിരിക്കും, വേർഡ്പ്രസ് ഒക്കെ പോലെയുള്ള നോ കോഡിംഗ് വെബ്സൈറ്റ്സ് ആയിരിക്കും. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് കോഡിംഗ് നോളജ് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പ്രൊജക്ട് എടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദി ഫ്രെയിം വർക്ക്സ്. ബിക്കോസ് ഫ്രെയിം വർക്കിന് ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് CMS അത്ര ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ നോ യുവർ കസ്റ്റമർ. കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ എന്താ പറയുന്നത് ഇതെടുക്കുക. ഫ്രെയിം വർക്ക് വേണോ അല്ലെങ്കിൽ എന്ത് ടെക്നോളജിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ്പോൺ യു. ഓക്കെ.